നമ്മളെയൊക്കെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു ഇന്നലത്തേത്. ഒന്നും അറിയാത്തൊരു 13 വയസ്സുകാരൻ പല വകുപ്പുകളുടെയും പലരുടെയും വീഴ്ചയിൽ ഒരു രക്തസാക്ഷിയാക്കപ്പെട്ട സങ്കടകരമായ നിമിഷത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോകുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ മന്ത്രിക്ക് നൽകിയിരുന്നു. ഷമീർ അബ്ദുൽ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി. ഷമീർ, ഗുഡ് മോർണിംഗ്. KSEBയും സ്കൂൾ അധികൃതരുമൊക്കെ പരസ്പരം പഴിചാരുമ്പോൾ ഒരു 13 വയസ്സുകാരനാണ്, ഒരു കുടുംബത്തിൻ്റെ ആകെ പ്രതീക്ഷയാണ്, ഒരു നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരാണ് ചേതനയേറ്റ് അവിടെ ഇതിന് രക്തസാക്ഷിത്വം വഹിച്ചത്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ സംഭവിക്കാനുള്ളത്? ഈ KSEBയുടെ ABVPയുടെ ഒക്കെ പഠിപ്പ് മുടക്ക് ഉണ്ട് കൊല്ലത്ത്. അപ്പോൾ എന്തെങ്കിലും പ്രതിഷേധ സാഹചര്യങ്ങളുണ്ടോ? എന്താണ് നിലവിലെ അപ്ഡേറ്റ്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ ദിവസം രാവിലെ 9:30 ഈ ദാരുണ സംഭവം എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്കൂളിൽ നടന്നത്. ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം അവിടേക്ക് എത്തിച്ചു. ഇതിൽ ഇന്ന് സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നുണ്ട്. കാരണം ഈ കുട്ടിയുടെ അമ്മ വിദേശത്താണ്. 4 മാസത്തിലധികമായതേ ഉള്ളൂ അവർ വിദേശത്തേക്ക് ജോലിക്ക് പോയത്. അവർ നാട്ടിലേക്ക് എത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ഇത് വലിയൊരു അനാസ്ഥയാണെന്ന് വൈദ്യവകുപ്പ് തന്നെ പറയുന്നു. എന്നാലും പരസ്പരം പഴിചാരുന്ന കാര്യങ്ങളാണ് ഇന്നലെ മുഴുവനും നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊട്ടാരക്കര റൂറൽ SP സാബി മാത്യു നിയോഗിച്ചു. ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ കുട്ടികളിൽ നിന്നും ഉള്ള മൊഴി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ബാലാവകാശ കമ്മീഷന്റെ ഒരു സിറ്റിംഗ് ഇന്ന് സ്കൂളിലുണ്ട്. അവർ ഇത്തരത്തിൽ ഈ സംഭവം നടന്ന സ്കൂൾ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇന്നും പ്രതിഷേധ പരമ്പരകളാണ് സ്കൂളിന്റെ മുമ്പിലേക്കുള്ളത്. KSUവിന്റെ മാർച്ച് സ്കൂളിലേക്ക് നടക്കും. ABVPയും ഇന്ന് സ്കൂളിലേക്ക് മാർച്ച് നടത്തും. ഇന്ന് കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് KSUവും ABVPയും ആഹ്വാനം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും എല്ലാം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഒരു പ്രതിഷേധ പരമ്പര തന്നെ ഈ സ്കൂളിലേക്ക് നടന്നു. ഒരു 13 വയസ്സുകാരൻ ദാരുണമായി, അധികൃതരുടെ ഒരു നിസ്സംഗത മൂലം ദാരുണമായി ഒരു വൈദ്യുതി ഷോക്കേറ്റ് മരിക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതേ സ്കൂളിലേക്ക് ഇന്നിപ്പോൾ വീണ്ടും പ്രതിഷേധ പരമ്പരകൾ നടക്കുകയാണ്. ആർക്കും ഈ വീഴ്ച സമ്മതിക്കാൻ കഴിയുന്നില്ല. പരസ്പരം പഴിചാരുകയായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾ. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. KSEB ഇന്നലെ തന്നെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൽ അവർക്ക് വീഴ്ച സംഭവിച്ചു. അതായത് ഈ സ്കൂളിന് മുകളിലേക്ക് ലൈൻ പോകുന്നതും അതുപോലെ ഈ ഷീറ്റുമായുള്ള വ്യത്യാസം, പിന്നീട് സ്കൂൾ അധികൃതർക്ക് വാക്കാൽ നിർദ്ദേശം നൽകി എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് വാക്കാലല്ല ഇത്തരത്തിലൊരു കാര്യത്തിൽ നിർദ്ദേശം നൽകേണ്ടത് KSEB. പിന്നീട് സ്കൂളിലെ സുരക്ഷാ കമ്മിറ്റി കൂടിയിരുന്നു. ഈ സുരക്ഷാ കമ്മിറ്റി കൂടിയ റിപ്പോർട്ടിൽ അവരുടെ മിനിസ്റ്റർ പരിശോധിക്കുമ്പോൾ ആ റിപ്പോർട്ടിനുള്ളിൽ പറയുന്നത് സ്കൂളിലെ ഇത്തരത്തിൽ ഈ വൈദ്യുതി കമ്പി ഉയർത്താൻ ഒരു പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് KSEB നിർദ്ദേശിച്ചിരുന്നുവെന്ന് ആ മിനിസ്റ്റർ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേബിൾ ആക്കണമെന്നും അത് നിർദ്ദേശിച്ചു. പക്ഷേ സ്കൂൾ അധികൃതരുടെ നിസ്സംഗത അത് അടുത്ത PTA മീറ്റിംഗിൽ, അടുത്ത SMC കമ്മിറ്റി മീറ്റിംഗിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടു കൂടി സ്കൂൾ അധികൃതർ അതിനെ കാണുകയും ചെയ്തു. പക്ഷേ അതിനൊരു ജീവൻ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നും ആ സ്കൂളിന്റെ മുമ്പിലേക്ക് പ്രതിഷേധ പരമ്പരകൾ തന്നെ നടക്കും. ഉച്ചയോടുകൂടി തന്നെ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ തുടങ്ങിയവരൊക്കെ തന്നെ എത്തുന്നുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങൾക്ക് ഇന്നും കുറവുണ്ടാകില്ല, ഈ പ്രഭാതത്തിലും കുറവുണ്ടാകില്ല എന്ന് വേണം പറയാൻ. ഓക്കെ, ഷമീറിലേക്ക് അടുത്ത മണിക്കൂറിൽ കുറച്ചും കൂടി വിശദമായി എത്താം. മിഥുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ എന്തുമാത്രം അനാസ്ഥയാണ് ആ സ്കൂളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യമല്ല അത്. എത്ര നാളുകളായി ആ വൈദ്യുതി ലൈൻ ആ ഭാഗത്തൂടെ കടന്നു പോകുന്നു. വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആ കെട്ടിടം നിർമ്മിച്ചത് തന്നെ 7-8 വർഷമാകുന്നു. അന്ന് മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് ഈ വൈദ്യുതി ലൈൻ അതുവഴി കടന്നു പോവുകയാണ്. അന്നൊന്നും അധികൃതർക്ക് അന്ന് മാത്രമല്ല ഇന്നലെ അവരുടെ പ്രതികരണമൊക്കെ എന്തപക്വമായിരുന്നു. ആ സ്കൂൾ മാനേജ്മെൻറ്റ് നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ്: ഒരു കുഞ്ഞ് അവിടെ
വന്ന് ആ ഒരു വൈദ്യുതി ലൈനിൽ ഷോക്കേറ്റ് അതിന് ജീവൻ നഷ്ടപ്പെട്ടു. ആ ഘട്ടത്തിൽ സ്കൂൾ അധികൃതർ പ്രതികരിക്കേണ്ട ഒരു രീതിയിലാണോ ആ മാനേജ്മെന്റ് പ്രതികരിച്ചത്? അതിന് പിന്നാലെ KSEB പറയുന്നു ഞങ്ങളിത് നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, ഞങ്ങൾ വാക്കാൽ പറഞ്ഞിരുന്നു. KSEB വാക്കാലാണോ ഇക്കാര്യം അറിയിക്കേണ്ടത്? ഇത്രയും ഗുരുതരമായ അപകടം, ഒരു 3 ഫേസ് ലൈൻ കടന്നു പോവുകയാണ്, അതിൽ തൊട്ടാൽ ഷോക്കടിക്കും, ആളുകൾ മരണപ്പെടുമെന്ന് അറിയാമായിരുന്നിട്ടും എന്തിന് വാക്കാൽ നിർദ്ദേശം നൽകി? സ്കൂൾ അധികൃതർ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണ്ടേ ഇക്കാര്യങ്ങളൊക്കെ വൈദ്യുത വകുപ്പ്? അപ്പോൾ 2 പേർക്കും ഇവിടെ സ്കൂൾ മാനേജ്മെന്റിനും KSEBക്കും ശക്തമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണ് ഈ റിപ്പോർട്ട് വരിക, ആരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് വരിക എന്നുള്ളത്. ഇന്നലെ മിഥുന്റെ കുടുംബത്തെയൊക്കെ നമ്മൾ എല്ലാവരും മലയാളികൾ ആ സമയം മുതൽ തന്നെ, ആ വാർത്ത പുറത്തു വന്ന സമയം മുതൽ തന്നെ കാണുകയായിരുന്നു. എന്തൊരു കഷ്ടമാണ് ആ വീടിൻ്റെതല്ലേ. അച്ഛൻ കൂലിപ്പണിക്കാരനായ അച്ഛൻ, ഒന്ന് വാവിട്ട് നിലവിളിക്കാൻ പോലും കഴിയാത്ത അത്രയും അവസ്ഥയിലുള്ള ഒരു മുത്തശ്ശി, കുഞ്ഞനിയൻ, ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞനിയൻ, വീട്ടിലെ കഷ്ടതകൾ കാരണം ഇവിടെ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഒരു വീട്ടുജോലിക്കായി അമ്മ കുവൈറ്റിലേക്ക് പോയത്. അമ്മ പോയിട്ട് 3 മാസമേ ആകുന്നുള്ളൂ. ആ അമ്മയെ സംബന്ധിച്ച്, ആ അച്ഛനെ സംബന്ധിച്ച്, ആ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ എക്കാലത്തെയും ഒരു തീരാ ദുഃഖമായി മാറിയില്ലേ പലരുടെയും അനാസ്ഥയ്ക്ക് ഇരയാക്കപ്പെട്ട മിഥുൻ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വളരെ ചെറിയൊരു കുഞ്ഞ് മകനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നോക്കാം അന്വേഷണ റിപ്പോർട്ട് ഏതൊക്കെ തരത്തിലാണ് വരുന്നത് എന്ന്.